നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 768 768. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 768. കഴിഞ്ഞ എപ്പിസോഡിൽ സർഗം 36 ഭഗവാന്റെ ഉപാസനാകാന്ഡത്തിൽ സിദ്ധിവർണ്ണനം, അതിൽ 22ാമത്തെ ശ്ലോക പറഞ്ഞു നിർത്തിയത്. വിളങ്ങും എന്നിൽ ആ മട്ടിൽ അലിഞ്ഞ ഉള്ളം ഇണക്കുകിൽ കാലസൂക്ഷ്മാകൃതിക്കൊത്ത ലഘിമാവേന്തും ആ മുനി. ഏതൊരാളാണ് എന്നിൽ ആ മട്ടിൽ അലിഞ്ഞ ഉള്ളം ഇണക്കുകിൽ, മനസ്സുകൊണ്ട് എന്നിൽ ലയിച്ചാൽ കാലസൂക്ഷ്മമായ ആകൃതിക്കൊത്ത ലഘിമാവ് എന്തും എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം 23. അഹം തത്വോപാധിയായോരെന്നിലുള്ള ഇണക്കുകിൽ. അഹം തത്വോ, അഹം ബ്രഹ്മാസ്മി. അഹം തത്വോപാധിയായോരെന്നിലുള്ള ഇണക്കുകിൽ. ഒന്ന് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക നമ്മുടെ മനസ്സ് ഭഗവാനിൽ. സർവേന്ദ്രിയാധിഷ്ഠാതൃത്വരൂപമാം പ്രാപ്തിയാർന്നിടും. എന്തിനും ഏതിനും പ്രാപ്തി. എങ്ങനെ? അഹം തത്വോപാധിയായോരെന്നിലുള്ള ഇണക്കുകിൽ സർവേന്ദ്രിയാധിഷ്ഠാതൃത്വരൂപമാം പ്രാപ്തിയാർന്നിടും. എന്തിനും ഏതിനും പ്രാപ്തി ഉണ്ടാവും. അവന് അധീനമായി തീരും സർവപ്രാണീന്ദ്രിയങ്ങളും. അവന് അധീനമായി തീരും സർവപ്രാണീന്ദ്രിയങ്ങളും. ക്രിയാശക്തി വളർന്നിടും അവസ്ഥാഭേദവായ്പിനാൽ. ക്രിയാശക്തി ഏത് തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാനും സാധിക്കും. വിശപ്പുണ്ടാവില്ല, ദാഹം ഉണ്ടാവില്ല, ക്ഷീണിക്കില്ല. പിന്നെന്താ വേണ്ടത്? എന്നിട്ട് പറയണു, മഹത്തത്വത്തിനെ സൂത്രമെന്നും ചൊല്ലുവോ മനീഷികൾ. മഹത്തത്വത്തിനെ സൂത്രം എന്നും ചൊല്ലുവോ മനീഷികൾ, ഋഷിമാർ. അതിന് ഉപാധിയാമെന്നിൽ മനസ്സാകെ ഇണക്കുകിൽ. അതിന് ഉപാധി ഞാനാണെന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ഭഗവാന്റെ വശം, നമ്മളുടെ വശത്തിൽ ഭഗവാൻ എത്തണം. ഭഗവാന്റെ വശത്തിൽ നമ്മൾ എത്തണമെങ്കിൽ അതിന് ഉപാധിയാമെന്നിൽ മനസ്സാകെ ഇണക്കുകിൽ. കാമുകിക്കും കാമുകനും കൊടുക്കേണ്ടതല്ല മനസ്സ്. ആർക്കാ കൊടുക്കേണ്ടത്? ഭഗവാന്. ഭഗവാന് മനസ്സ് കൊടുത്താൽ പിന്നെ കാമുകൻ ഉണ്ടാവില്ല. പറഞ്ഞ മനസ്സിലായോ? ഇല്ല. അതായത് അർഹമായി വിവാഹം കഴിക്കാമെന്നല്ലാതെ കണ്ട് വേറൊരു ബന്ധം ഉണ്ടാവരുത്. അതാ പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതിന് ഉപാധിയാമെന്നിൽ മനസ്സാകെ ഇണക്കുകിൽ അവ്യക്തത്തെയും ഈ വണ്ണം വ്യക്തിത്വം ഇയലും വിധം. അവ്യക്തത്തെ വ്യക്തമായി അറിയാൻ സാധിക്കും. ധർമാനുഷ്ഠാനം നടത്തിയാൽ, അതാണ് പറഞ്ഞത്, ധർമാനുഷ്ഠാനം നടത്തിയാൽ അവ്യക്തത്തെയും ഈ വണ്ണം വ്യക്തിത്വം ഇയലും വിധം ശരിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രഹ്മാവിന് തേജോപുഞ്ചം മാത്രമേ കണ്ടുള്ളൂ എന്നാണ് പറഞ്ഞതേ. നേരെ മറിച്ച് നാം ആഗ്രഹിക്കുന്ന മട്ടിൽ ഭഗവാനെ കാണണമെങ്കിൽ മനസ്സ് ഭഗവാന് കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ പറയണു, ബഹുരൂപത്തിൽ മിന്നിപ്പോരൻ കടാക്ഷം നിമിത്തമായി. ബഹുരൂപത്തിൽ
മിന്നിപ്പോരൻ കടാക്ഷം നിമിത്തമായി അവൻ പ്രകാശമാം സിദ്ധി സർവോത്കൃഷ്ടമണഞ്ഞിടും. പ്രാകാശ്യം എല്ലാം അവൻ്റെ വെളിച്ചത്തിൽ വരിക എന്ന് പറഞ്ഞാൽ എല്ലാ സിദ്ധികളും 1 by 1 ക്യൂ നിൽക്കും. എന്നെ ഉപയോഗിച്ചോളൂ, എന്നെ ഉപയോഗിച്ചോളൂ. ആര് പറഞ്ഞിട്ടാണോ താൻ എൻ്റെ അടുത്ത് വന്നത്? ജഗദീശ്വരൻ പറഞ്ഞിട്ടാണ്. എന്നെ അങ്ങ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ശിക്ഷ കിട്ടും എന്നാണോ പറയാ? പിന്നെ അങ്ങനെയുള്ള അവസ്ഥത്തിൽ എന്ത് ചെയ്യണം? കുചേലൻ ഭഗവാന്റെ വിഭവങ്ങൾ തൊട്ട് നമസ്കരിച്ചു എന്നല്ലാണ്ട് ഉപയോഗിച്ചില്ല എന്നാ. നമ്മളോ കൊതി കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ കുചേലന് കൊടുത്തിട്ടുള്ളതൊക്കെ നമുക്കും കിട്ടും വിചാരിച്ചിട്ടാണ് നമ്മളിരിക്കണത്. 25 ഉറുപ്പിയുടെ അവിൽ കൊതി വെച്ച അങ്ങനല്ല. പ്രാകാശ്യം എന്നുള്ള സിദ്ധി നമുക്ക് കിട്ടിയോ അവിടെയാണ് എന്തും ഏതും സാധിച്ചു തരുന്ന അവസ്ഥ. അവൻ പ്രാകാശമാം സിദ്ധി സർവോത്കൃഷ്ടമണഞ്ഞിടും. പരമാണുവിനേക്കാളും സൂക്ഷ്മമാം കാലവിഗ്രഹം ഒറ്റക്കോശമുള്ള അമീബയേക്കാൾ ചെറുതായിട്ട് അവന് കാര്യങ്ങൾ മനസ്സിലാവും. ചെറുതാവാൻ പറ്റുമോ അവന്? അതാണ് പരമാണുവിനേക്കാളും സൂക്ഷ്മമാം കാലവിഗ്രഹം. കാലത്തിൻ്റെ രൂപം അവനെ നമസ്കരിക്കും, അല്ലെങ്കിൽ അവൻ്റെ സ്വന്തമാവും. കൈക്കൊണ്ടെങ്ങും വ്യാപകനാം ഗുണമായ ആദിനാഥനെ അകതാരിലുപാസിക്കും ധന്യൻ ഈശ്വത്വമാർന്നിടും. ധന്യൻ ഈശ്വത്വം, ഈശ്വരനായി തീരുന്നു. ടു ബി കൈൻഡ് ടു ആൾ, ടു ബി കൈൻഡ് ടു ആൾ. ഈശ്വരീയത എന്ന് പറഞ്ഞെന്താ? എല്ലാ ജീവജാലങ്ങളോടും മര്യാദാമസൃണമായ രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അകതാരിലുപാസിക്കും ധന്യനീശത്വമാർന്നിടും. അവന് അധീനമാം ദേഹം അടക്കം സർവജീവനും. അവന് അധീനമായിരിക്കും. ആരെ? ദേഹം. എന്താ പറയുക? അസ്വാസ്ഥ്യങ്ങൾ വരില്ല എന്നർത്ഥം. അവന് അധീനമാം ദേഹം അടക്കം സർവജീവനും. സ്ഥൂല സൂക്ഷ്മങ്ങളും അവിദ്യയും ഈ 3 ഉപാധികൾ. സ്ഥൂലം സൂക്ഷ്മങ്ങളും അവിദ്യയും അവനെ നമസ്കരിക്കും എന്ന് പറഞ്ഞാൽ വിദ്യാപ്രാപ്തി അവന് കിട്ടും, അവിദ്യ ഒരിക്കലും ഉണ്ടാവില്ല എന്നർത്ഥം. ഇല്ലാതെ ഭഗവാൻ എന്ന പേരിൽ ആനന്ദരൂപനായി. ഉപാധികൾ ഇല്ലാതെ, 3 ഉപാധികൾ ഇല്ലാതെ ഭഗവാൻ എന്ന പേരിൽ ആനന്ദരൂപനായി തുരീയാവസ്ഥയാർന്നീടും. തുരീയാവസ്ഥ എന്ന് പറഞ്ഞാൽ മോക്ഷാവസ്ഥ. തുരീയം എല്ലാറ്റിലും മീതെ, അതുക്കും മേലെ, എതുക്കും മേലെ എന്നൊക്കെ പറയും. ഇല്ലാതെ ഭഗവാൻ എന്നെ പേരിൽ ആനന്ദരൂപനായി. ആനന്ദിക്കാൻ സാധിക്കുന്നുണ്ടോ? മദ്യം സേവിക്കാതെ കണ്ട് ആനന്ദാശ്രുക്കൾ വരണുണ്ടോ? ചൂത് കളിക്കാതെ കണ്ട്, ഭാഗ്യക്കുറി കിട്ടാതെ കണ്ട് ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? അതാണ് തുര്യാവസ്ഥയാർ നേടും നാരായണനിൽ ആ വിധം. നാരായണൻ സ്വന്തമാവും. നാരായണന് സ്വന്തമാവും, നാരായണൻ സ്വന്തമാവും. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ പറയണു, മനസ്സു ചേർക്കിൽ എന്നെ പോലവൻ വശിതയാർന്നുടൻ. മനസ്സ് ചേർക്കിൽ. നമ്മൾ മനസ്സ് വേറൊരാൾക്ക് കൊടുക്കേണ്ട പകരം ഭഗവാന് കൊടുത്താൽ കാര്യം കഴിഞ്ഞു. എന്നാൽ എന്താ ഗുണം? മനസ്സു ചേർക്കിൽ എന്നെ പോലവൻ വശിതയാർന്നുടൻ. മായാകാര്യം തീരെ വിട്ടു മഹാത്മാവായി വിളങ്ങിടും. മായാകാര്യത്തെ തിരസ്കരിച്ചാലാണ് നമ്മൾ മഹാനാവുള്ളൂ. നമ്മൾ മഹാനാവണോ? മായയിൽ നിന്ന് രക്ഷപ്പെടണം. ഇപ്പം ഞാൻ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും സപ്താഹങ്ങൾക്ക് പോകാതെ കണ്ട് കഴിച്ചു കൂട്ടിയത് എനിക്കൊരു അനുഗ്രഹമായി. കാരണം എന്താ? എനിക്ക് എൻ്റെ 2 കുട്ടികൾ നന്നായപ്പോൾ തന്നെ ഞാൻ എവറസ്റ്റ് കയറിയ കൂട്ടത്തിലായി. കാരണം എന്താ? എൻ്റെ അടുത്ത് 10 ഉറുപ്പ്യ എല്ലാം എനിക്ക് ആയുസ്സുള്ള കാലം സമ്പാദ്യം ഉണ്ടായിട്ട് എന്താ കാര്യം? അവരല്ലേ നേരാവേണ്ടത്. അവരുടെ ഫ്യൂച്ചർ ഭഗവാൻ ദൃഢമായി നന്നാക്കി തന്നോട് കൂടിയിട്ട് എനിക്ക്
ഒന്നും ഒരു തരത്തിലുള്ള സമ്പാദ്യ മാർഗം വേണ്ടാന്നായി, വിരക്തി വന്നു. പ്രത്യേകിച്ച് ഭാഗവതം വിറ്റ് തിന്നരുത് എന്ന് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് അർത്ഥവത്താക്കി തീർക്കാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് പറയണത്, മായാകാര്യം തീരെ വിട്ടു മഹാത്മാവായി വിളങ്ങിടും നിർഗുണ ബ്രഹ്മമാം എന്നിൽ, നിർഗുണ ബ്രഹ്മമാം എന്നിൽ പ്രാണായാമാതിപാവനം. പ്രാണായാമാതി പരിപാവനാണ്. പ്രാണായാമം ചെയ്യുക എന്നുള്ളത് പരിപാവനാണ്. മനസ്സ് ഇണയ്ക്കും ആ മാന്യൻ പരമാനന്ദമാർന്നിടും. മനസ്സിനെ ഭഗവാന് കൊടുത്താൽ പരമാനന്ദമാർന്നിടും. അവിടെ സകാരത്തിൽ പൂജിക്കാൻ പറഞ്ഞിട്ടില്ല. ഒരാഴ്ച എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. എന്താ തലവേദന? ഭഗവാനെ നിരാകാരനായിട്ട് അറിയണമെന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ പറഞ്ഞു, ആകാശം പോലെ പരന്നതും സമുദ്രം പോലെ ആഴമുള്ളതിനെ എങ്ങനെ സാധാരണക്കാരൻ മനസ്സിലാക്കുക? അപ്പോൾ ഒരു രൂപം ധ്യാനിച്ചതുകൊണ്ട് എന്താ കുഴപ്പം ചോദിച്ചു ഒരാൾ. പക്ഷെ ഞാനെന്താ എഴുതിയണത്? ജ്ഞാനികൾ ഭഗവാനോടൊന്നും ചോദിക്കില്ല. ജ്ഞാനികൾ, അർത്ഥേഷുക്കളും ആർത്തന്മാരും ജിജ്ഞാസുക്കളും ജ്ഞാനികളും. അപ്പോൾ എല്ലാവർക്കും മീതിയാണ് ജ്ഞാനികൾ, അറിവുള്ളവർ. അറിവുള്ളവരുടെ കാര്യം പറയുമ്പോൾ സാധാരണക്കാരൻ്റെ കാര്യത്തിലേക്ക് വലിച്ചിഴക്കരുത്. പരിപൂർണമായിട്ട് വായിക്കണം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച അർത്ഥം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒന്നിലധികം 10 പ്രാവശ്യം വായിക്കൂ. അർത്ഥം അറിഞ്ഞിട്ട് വിശകലനം ചെയ്യുക, വിമർശിക്കുക. അപ്പം ഞാനെന്താ പറഞ്ഞത്? സകാരത്തിൽ പോരുത്. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. നിർഗുണ ബ്രഹ്മമാം എന്നിൽ പ്രാണായാമാതിപാവനം. നിർഗുണ ബ്രഹ്മാണ് ഭഗവാൻ. ബാലാഗ്രശതവാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്നുള്ള തത്വം നിർഗുണാണ്. അതിനെ കാണാൻ പറ്റില്ല, അനുഭവിക്കാം. തൊട്ടാ ചൂടുണ്ട് ശരീരം. തൊട്ടാ ശരീരം ചൂടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇറങ്ങിപ്പോയി എന്ന്. ആരെ? ബ്രഹ്മം ഇറങ്ങിപ്പോയി. ശരീരം ജഡായി, അനാത്മവസ്തുവാണ്. ആത്മചൈതന്യം ഉള്ളപ്പോഴാണ് ശരീരത്തിന് ചൈതന്യമുള്ളൂ. അപ്പോൾ കാമം വേരോടെ നീങ്ങിയിടും മതാം കാമ അവസായിത കാമാവസായിത ഇനി ഏതുവതോരോന്നും ഗുണഹേതുക സിദ്ധിയാം. കാമം വേരോടെ നീങ്ങിയിടുമതാം കാമാവസായിത വേരോടെ പോണം. ഇനിയോ ഓതുവതോ ഓരോന്നും, ഇനി പറയാൻ പോകുന്ന ഓരോന്നും ഗുണഹേതുക സിദ്ധിയാം, ഗുണങ്ങൾ കാരണമായിട്ടുണ്ടാവുന്ന സിദ്ധികളാണ്. എങ്ങനെ? ധർമ്മപ്രവർത്തനം ചെയ്യും, ധർമ്മത്തിൽ പ്രവർത്തനം ചെയ്യും. ശ്വേതദീപാധിനാഥനായി, ശ്വേതദീപം എന്നൊരു ദീപമുണ്ട്. അതിൻ്റെ നാഥനായി എന്നെ ധ്യാനിക്കുവോൻ പൈതാഹാദി നീങ്ങി വിശുദ്ധനായി വരും. ദാഹം ഉണ്ടാവില്ല എന്ന്. എങ്ങനെ? ധർമ്മപ്രവർത്തനം ചെയ്യും ശ്വേതദീപാധിനാഥനായി എന്നെ ധ്യാനിക്കുവോൻ. എന്നെ പൂജിക്കുന്നവന്നല്ല പറഞ്ഞത്, എന്നെ കൊട്ടക്കണക്കിന് പുഷ്പാഭിഷേകം ചെയ്യുന്നവന്നല്ല. എന്നെ ധ്യാനിക്കും. എവിടെ ധ്യാനിക്കും? അവരവരുടെ മനസ്സിൽ ഭഗവാനെ ധ്യാനിക്കണം. അപ്പം മകൻ തൊഴാൻ പോയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുപ്പിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. അച്ഛനമ്മയ്ക്കും കാപ്പി ഉണ്ടാക്കി കൊടുക്കാത്ത ആൾക്കാർ തിരുവനന്തപുരത്ത് ഫ്ലൈറ്റിന് പോയി ആരുടെയെങ്കിലും കോലായിൽ 3 ഇഷ്ടികയുടെ മുകളിൽ ഒരു പാത്രം വെച്ച് പായസം വെച്ച് നെയ്തിച്ചിട്ട് കാര്യമില്ല. സ്വന്തം ഭർത്താവിന് വേലക്കാരി ചായ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയാണോ വേണ്ടത്? അല്ല. അതാണ് ഇത് വായിച്ച് പഠിക്കാത്ത കുഴപ്പമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കൊല്ലം മുമ്പത്തെ ആറ്റുകാല അമ്മ ഭഗവതിയുടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു.
ശരിക്ക് ഒരു നാടൻ ഗ്രാമദേവത എന്ന് പറയാൻ വയ്യ, ഒരു വീട്ടിലെ മച്ചിലുള്ള ഭഗവതിനെ കൂടി വെച്ച് അങ്ങനെയുണ്ട് അതേപോലെ. അപ്പോൾ ഇങ്ങനെ പരസ്യം കൊടുത്താൽ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഇരട്ടിയാണ് ജനസംഖ്യ ഇപ്രാവശ്യം. അടുത്ത കൊല്ലം ഇതിനേക്കാൾ ഇരട്ടി ഉണ്ടാവും. കാരണം എന്താ, ഭാഗവതം ഉപാസിക്കാത്തവരാണ് വരണവർ. അപ്പം ഞാനെവിടെയും പോകാറില്ലല്ലോ, എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നെ എല്ലാവരും വിമർശിക്കാറുണ്ട്, എന്താ പട്ടാമ്പി വരാത്ത, എനിക്ക് വരേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ പരമാത്മ ചൈതന്യമുണ്ട്, ഭാഗവതം പറയണു, ഞാനത് മനസ്സിലാക്കി, അത് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കണു. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം കാമം വേരോടെ നീങ്ങിയിടുമതാം കാമാവാസായിത ഇനിയോതുവതേരോന്നും ഗുണഹേതുകസിദ്ധിയാം ധർമ്മപ്രവർത്തനം ചെയ്യും ശ്വേതദീപാദിനാഥനായി എന്നെ ധ്യാനിക്കുവോൻ പൈതാഹാദി നീങ്ങി അതിവിശുദ്ധനായി അനൂർമിമത്വമെന്നെങ്ങും പേർ കൊള്ളും സിദ്ധിയാർന്നിടും. അനൂർമിമത്വം എന്നെങ്ങും പേർ കൊള്ളും സിദ്ധിയാർന്നിടും. ആകാശത്തിനും ആത്മാവായി സമഷ്ടി പ്രാണരൂപനായി. ആ ആളാരായിട്ട് മാറും? ആകാശത്തിനും ആത്മാവ്. ആകാശം എന്ന് പറഞ്ഞാൽ എന്താന്നാ പറയുക, മിസ്റ്റ്, ഒന്നുമില്ലാത്തതാണ്. മഞ്ഞിനെ കൈക്കൊമ്പിളിലായിട്ട് കുടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആകാശത്തിനും ആത്മാവായി സമഷ്ടി പ്രാണരൂപനായി. പുറത്ത് ഓക്സിജൻ ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ ശ്വാസം വലിക്കുക? ഈ കിണറ്റിൻ്റെ ഉള്ളിൽ ഇറങ്ങണവരെ ചിലവരും മരിക്കണു. കാരണം എന്താ, അവിടെ വായുസഞ്ചാരം ഉണ്ടാവില്ല. അതിനാണ് ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും, ഒരു വിളക്ക് കത്തിച്ച്, മെഴുകുതിരിയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു വിളക്ക് കത്തിച്ച് ഒരു ബക്കറ്റിലാക്കിയിട്ട് ഇറക്കും. അത് കെട്ടു വിചാരിച്ചാൽ അതിനർത്ഥം ഓക്സിജൻ ഇല്ല അതിൽ. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ഫാന്, ഒരു ടേബിൾ ഫാൻ ഓൺ ചെയ്തിട്ട് താഴത്തേക്ക് ഇറക്കണം. അപ്പോൾ ഇറങ്ങണവർക്ക് ശ്വാസം മുട്ട് വരില്ല. അതുകൊണ്ടാണ് ആകാശത്തിനും ആത്മാവായി സമഷ്ടി പ്രാണരൂപനായി. നമ്മുടെ ഉള്ളിൽ ഈ ചൈതന്യം ഇല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചാൽ എവിടുന്ന കിട്ടുക, എങ്ങനെ പോവുക? പ്രവേശം കേട്ടോ. മേപ്പിട്ടെടുക്കുമ്പോൾ തണുപ്പാ, പുറത്തേക്ക് വിടുമ്പോൾ ചൂടാ. കാരണം എന്താ, ഉള്ളിൽ ചൂടുണ്ട്, അതുകൊണ്ട്. അപ്പോൾ പറഞ്ഞു, എന്നെ ധ്യാനിക്കുവോ വിളങ്ങും എന്നിൽ നാദത്തെ ചിന്തിപ്പോൾ ദൂരമാകിലും. അപ്പോൾ സമഷ്ടി പ്രാണരൂപനായി വിളങ്ങും എന്നിൽ നാദത്തെ ചിന്തിപ്പോൾ ദൂരമാകിലും വാനിലെ ശബ്ദമേതേതും കേൾപ്പാൻ കഴിവിയെന്നിടും. കാറ്റുകൂടെയാണല്ലോ ഈ എന്താണെന്നാ പറയുക, ടെലിഫോൺ മെസ്സേജസ് വരുന്നത്. മെസ്സഞ്ചറിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും കമ്പി കൂടെ അല്ലല്ലോ വരുന്നത്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയാ. വളരെ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അപ്പോൾ സമഷ്ടി പ്രാണരൂപനായി വിളങ്ങും എന്നിൽ നാദത്തെ. അപ്പോൾ എങ്ങനെ കാണുക സമഷ്ടി നാദ, ഈ പ്രാണനെ എങ്ങനെ കാണുക? കാറ്റ് വീശിയാൽ അറിയാം, അല്ലെങ്കിൽ ഇല്ലേ? അപ്പോൾ നാദത്തെ ചിന്തിപ്പോൻ ദൂരമാകിലും വാനിലെ ശബ്ദമേതേതും കേൾപ്പാൻ കഴിവിയെന്നിടും. സൂര്യനിൽ കണ്ണും ആ സൂര്യൻ കണ്ണിലും ചേർത്ത മാതിരി ധ്യാനിച്ചുകൊണ്ട് ഒരാണ്ടിനും നാഥനാം എന്നെ ഓർപ്പവൻ. നോക്കൂ, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സൂര്യനിൽ കണ്ണും സൂര്യൻ കണ്ണിലും, അപ്പോഴല്ലേ കണക്ടിവിറ്റി. സൂര്യൻ ഉദിച്ചിട്ടില്ലെങ്കിൽ കണ്ണ് തുറന്നിരുന്നിട്ട് നമുക്ക് വല്ലതും കാണാൻ പറ്റുമോ? ലൈറ്റ് ഇല്ലെങ്കിൽ എങ്ങനെ കാണുക? അപ്പോൾ സൂര്യൻ ഉദിക്കണം, കണ്ണ് സൂര്യനിലെത്തണം. സൂര്യൻ കണ്ണിനെ ആകർഷിക്കണം. ആകർഷിക്കാനുള്ള ചിപ്പ് ഉള്ളിലാണ്. അല്ലെങ്കിൽ സൂര്യൻ നട്ടുച്ചയ്ക്ക് സൂര്യനുണ്ട്, കണ്ണ് കാണാത്തവരെന്ത് ചെയ്യും? ആത്മശക്തി കണക്ട് ചെയ്തിട്ടില്ല റെറ്റിനായിട്ട്. അപ്പോൾ പറയണു, സൂര്യനിൽ കണ്ണും ആ സൂര്യൻ കണ്ണിലും ചേർത്ത മാതിരി ധ്യാനിച്ചു കൊണ്ടൊരാണ്ടിനും നാഥനാം ഒരാണ്ടിന്
നാഥനാം എന്നെ ഓർപ്പവൻ. ഭഗവാനാണ് എല്ലാറ്റിനും നാഥൻ. സൂര്യനാരായണ മൂർത്തെ. കണ്ണിൻ്റെ പിന്നിലുള്ള ചൈതന്യമാണ് കാണണതല്ലേ, ഒപ്പിയെടുക്കണത്. അപ്പോൾ നാഥനാം എന്നെ ഓർപ്പവൻ വിശ്വത്തിലെങ്ങും എന്തെന്തും കാൺമോനാം സൂക്ഷ്മദർശിയാം. സൂക്ഷ്മദർശി, അമീബേനെ കൂടി കാണാൻ സാധിക്കുന്ന കഴിവ്, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഉദ്ദേശശുദ്ധി. വിശ്വത്തിലെങ്ങും എന്തും എങ്ങും എവിടെ വേണമെങ്കിലും എവിടെ കിടക്കുന്ന സാധനത്തിനും കാണാൻ പറ്റും. വിശ്വത്തിലെങ്ങും എന്തെന്തും കാൺമോനാം സൂക്ഷ്മദർശിയാം. മനസ്സും ദേഹവും പ്രാണനൊത്ത എന്നിൽ ചേരും മാവിധം. മനസ്സും ദേഹവും പ്രാണൻ ഒത്ത എന്നിൽ ചേരുമാവിധം. ഭഗവാനിൽ. വിഗ്രഹത്തിൽ നിന്നല്ല പറഞ്ഞതേ. ക്ഷേത്രവും വിഗ്രഹമായിട്ട് ഇവിടെ യാതൊരു ബന്ധവുമില്ല. എന്താ പറഞ്ഞത്? മനസ്സും ദേഹവും പ്രാണനൊത്ത എന്നിൽ ചേരും. ആത്മീയതയിൽ ധ്യാനിച്ചിടുകിൽ അധ്യാനശക്തിയാൽ ഓർപ്പതാമിടം. ആ ധ്യാനശക്തിയാൽ ഓർപ്പതാമിടം. ഏത് സ്ഥലത്തിനെ പറ്റിയാണ് ഓർക്കണത്? അത് നമുക്ക് നഗ്നമായ കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റും. ദേഹവും ചെല്ലും ആ സിദ്ധിക്കെഴും പേരാം മനോജവം. ഹരേ കൃഷ്ണ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം. ഇല്ലേ? അപ്പോൾ ദേഹവും ചെല്ലും ആ സിദ്ധിക്കെഴും പേരാം മനോജവം. മനസ്സ് ഏതേതിനും ഉപദാനം എന്നോർത്തു സാധകൻ. ഏതേത് കാര്യത്തിനും മനസ്സ് ഉപദാനമാണ്, ബേസാണ്. മനസ്സ് നിർജീവായാൽ പിന്നെ സമാധി മാത്രമേ ഉള്ളൂ. ശാന്തസ്വരൂപനായിട്ട് കണ്ണടച്ചാൽ കാണുക എന്താ? തൻ്റെ ഉള്ളിലുള്ള തേജോപുഞ്ചത്തിന്. അപ്പോൾ എല്ലാവരും മിത്രങ്ങളാവണമെങ്കിൽ എല്ലാ ശരീരങ്ങളിലും ചൈതന്യം, എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം ഒന്നാണെന്നുള്ള ബോധം വരുമ്പോഴല്ലേ ബന്ധുത്വം വരുള്ളൂ. ഇപ്പം നമുക്ക് ബന്ധുക്കൾ കമ്മിയാണ്. കാരണം എന്താ? എൻ്റേതെന്നും എനിക്കെന്നുള്ള ധാരണ. അപ്പോൾ ബന്ധുക്കളില്ലാണ്ടായി. നമ്മുടേന്ന് പറഞ്ഞാലോ ബന്ധുക്കളായി. അപ്പോൾ നാനാരൂപത്തിൽ വാണിയിടും എന്നിൽ താൻ അതി അണയ്ക്കുകിൽ. നാനാരൂപത്തിൽ മിന്നുന്ന ഞാൻ ഒന്നാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. നാനാത്വത്തിൽ ഏകത്വം കണ്ട് സന്തോഷിക്കുക, ആനന്ദിക്കുക. ഏകത്വത്തിൽ നാനാത്വം കണ്ട് ഭ്രമിക്കാതെ കണ്ടിരിക്കുക. അവിടെയാണ് പ്രശ്നം. യഥേഷ്ട രൂപം കൈക്കൊള്ളാം കാമരൂപാക്യസിദ്ധിയാൽ. യഥേഷ്ടം രൂപം കൈക്കൊള്ളാം കാമരൂപാക്യസിദ്ധിയാൽ. പരകായം ഭോഗവാൻ തന്നാത്മാവിനെ അതാതിടം. പരകായം, വേറൊരു ശരീരത്തിൽ നമ്മുടെ മനസ്സ് കയറുക, ജീവൻ ഈ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം എന്നിട്ടും മടങ്ങി വരിക. അതാണ് പരകായ പ്രവേശം. ശങ്കരാചാര്യർക്ക് അബദ്ധം പറ്റിയെന്നാണ് പറഞ്ഞത്. പരകായ പ്രവേശം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഭഗവാൻ ശങ്കരാചാര്യർക്ക്. അപ്പോൾ പരകായം പോകുവാൻ തന്നാത്മാവിനെ അതാതിടം ധ്യാനിച്ചു സിദ്ധനാം യോഗി സൂക്ഷ്മദേഹസ്ഥനായി ഉടൻ. സൂക്ഷ്മദേഹായിട്ട് വെടിഞ്ഞു വായുരൂപത്തിൽ നാസാദ്വാരത്തിലൂടവേ. അപ്പോൾ പറഞ്ഞു, വെടിഞ്ഞു വായുരൂപത്തിൽ നാസാദ്വാരത്തിലൂടവേ. ചെല്ലേണ്ടടത്തണയലാം പരകായ പ്രവേശം. ആലിലയിലെ കണ്ണൻ, ആലിലയിലെ കണ്ണൻ അല്ലേ? മൈത്രേയ മഹർഷി അല്ലേ? പേര് മാറിയോ എനിക്കറിയില്ല. കേമനാണ് അദ്ദേഹം. പൗരാണികൻ ആണ്, ഇപ്പോഴും ജീവിച്ചിരിക്കണമെന്നാണ് പറഞ്ഞത്. പൗരാണിക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
എനിക്ക് അങ്ങയുടെ മായയെ ദർശിക്കണമെന്ന് ശാഠ്യം പിടിച്ചു ഭഗവാനോട്. ഭഗവാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് തപസ് ചെയ്യണ പർണശാലയിൽ മുഴുവൻ വെള്ളമുള്ളൂ. അങ്ങനെ ഇയാൾ കാണുമ്പോണ്ട് ഒരു ആലിലൊരു ഉണ്ണിക്കണ്ണൻ കിടക്കണം. തൻ്റെ കൈ കൊണ്ട് വലതുകാലിൻ്റെ പെരുവിരൽ വായയിൽ വെച്ച് രുചിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒരു കൊതുവിൻ്റെ പ്രായത്തിൽ കൂടെ ഒരു നാസാരന്ധ്രം കൂടെ ഉള്ളിൽ പോയപ്പോൾ ഈ യൂണിവേഴ്സ് മുഴുവൻ ആ കുട്ടിയുടെ വയറ്റിൽ കണ്ടു എന്നാ. എന്നിട്ട് മറ്റേ മൂക്കിൽ കൂടെ പുറത്തേക്ക് വന്നു ആൾ. അപ്പോൾ മായ കണ്ടു എന്നർത്ഥം. അനുഭവിച്ചു, കണ്ണ് കാണില്ല, അനുഭവിച്ചു. പിന്നെ വെള്ളവുമില്ല, ആലിലുമില്ല, കൃഷ്ണനുമില്ല, ഒന്നുമില്ല. അപ്പം ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, ചെല്ലേണ്ടയിടത്തണയലാം. എവിടെ ചെല്ലണം അവിടെ അണയ്ക്കും. ഈ ഞാനൊക്കെ 10-22 വർഷം പുഴയുടെ ഓരത്ത് താമസിക്കുക കാരണം ഒരേ ഭാഗത്തു കൂടെ ഒരു 1.5 മൈല് ഓരത്തു കൂടെ കുത്തി പോയിട്ട് അവിടുന്ന് ക്രോസ് ചെയ്താലാണ് 1.5 കിലോമീറ്റർ നേരെയുള്ള കടവിലെത്തുള്ളൂ. ഈ വെള്ളം പുഴയുടെ വീതിക്കനുസരിച്ച് ദൂരം യാത്ര ചെയ്യണമെന്നാണ്. കാരണം അപ്പോൾ ഈ കോല് നദീതടത്തിൽ കുത്തില്ല, പങ്കായം വേണം, പങ്കായം. അപ്പോൾ ഇതൊക്കെ പ്രാവർത്തികമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ പറഞ്ഞു, ചെല്ലേണ്ടിടത്തണയലാം പരകായ പ്രവേശനം സ്വച്ഛന്ത മൃത്യുവാം സിദ്ധി. ഭീഷ്മപിതാമന് കിട്ടിയ വരം. സ്വച്ഛന്ത മൃത്യുവാം സിദ്ധി കൈവന്ന മുനിപുങ്കവൻ മൂലാധാരം കാൽമടം പാലടച്ച്. മൂലാധാരം അവരവരുടെ കുതികാലുകൊണ്ട് സ്വന്തം ഗുദം ദ്വാരം അടച്ച്, കാൽമടം പാലടച്ച് ഹൃദയാദിയിൽ പ്രാണനുപാധിയാം ആത്മാവിനെ ഏറ്റി നിജ ഇച്ഛ പോൽ, തൻ്റെ ഇച്ഛ പോലെ മൂർധാവലൂടെ ലക്ഷ്യത്തിലെത്തിച്ചുടൻ വെടിഞ്ഞിടും. സഹസ്രാര പത്മത്തിൻ്റെ കർണികാമധ്യത്തിൽ കൂടെ ഇടാപിങ്കള പിന്നെ എന്താണെന്നാ പറയുക, നട്ടല് സുമേരു പർവ്വതം എന്നാണ് പറയുന്നതിന്. അപ്പോൾ ഇടയും പിങ്കലയുമാകുന്ന 2 വള്ളികൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇദ്ദേഹത്തിനെ കയറ്റേണ്ടത്. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാറാകും ശിവശംഭോ. അപ്പോൾ സഹസ്രാരപത്മത്തിൻ്റെ ഉച്ചിയിലാണ് ശിവൻ എന്ന് പറഞ്ഞാൽ എന്താ, മംഗളസ്വരൂപൻ. അപ്പോൾ മൂർധാവലൂടെ ലക്ഷ്യത്തിലെത്തിച്ചുടൻ വെടിഞ്ഞിടും ദേവോദ്യാനത്തിലും. ദേവന്മാരുടെ ഉദ്യാനത്തിൽ, നന്ദകം, ഉദ്യാനങ്ങൾക്ക് പല പേരുണ്ട് പല സ്ഥലത്ത്. ദേവോദ്യാനത്തിലും മറ്റും വിഹരിപ്പാൻ കൊതിപ്പവൻ. ദേവോദ്യാനത്തിലും മറ്റും വിഹരിപ്പാൻ കൊതിപ്പവൻ. അവിടെ നിർത്താം. ഇത് ഇനി ഇതിലൊരു 7-8 ശ്ലോകം ഉണ്ട്. 1, 2, 3, 4, 5, 6 ശ്ലോകം ഉണ്ട്. വലിക്കാൻ വയ്യ, അതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? അവിടെ നിർത്താം, പിന്നെ ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സംഗതി നിരാകാരമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്ന്. പ്രൊഫഷയിലെ പല കഥയിലും പല പിന്നെ ശ്ലോകങ്ങളുണ്ട് ഭഗവാനെ പറ്റിയിട്ട്. അതൊക്കെ തുടക്കക്കാർക്കുള്ളതാണ്. തുടക്കക്കാർ ഭക്തിമാർഗത്തിൻ്റെ തുടക്കത്തിൽ അതൊക്കെ ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ നിരാകാരത്തിൽ, കാരണം ഭഗവാൻ ഇങ്ങോട്ട് പറയാണ്, നിർഗുണ ബ്രഹ്മമാം എന്നിൽ പ്രാണായാമാദിഭാവനം മനസ്സിണയ്ക്കും ആ മാന്യൻ പരമാനന്ദമാർന്നിടും. പരമാനന്ദം അനുഭവിക്കണോ? ഒരു വസ്തു വേണ്ട, സ്വന്തം ആത്മാവിൽ രമിക്കലാണ് പരമാനന്ദം. വേറൊന്നും ഇല്ലേ? ഉറക്കം വന്നാൽ അവനവൻ്റെ കയ്യല്ലേ തലയ്ക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. ഭാര്യയുടെ കയ്യിൽ എത്ര കാലം കിടക്കും പറയൂ, അല്ലേ? ആരോഗ്യമുള്ള കാലത്ത്, അല്ലെങ്കിൽ കൈ വേദനിക്കണ വരെ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ പോയിൻറ്റ് ബ്ലാങ്കായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ.
എത്ര അനുഭവിക്കണോ അതിനനുസരിച്ച് മനസ്സ് ട്രാൻസ്പാരൻ്റ് ആക്കാണ്ട് നിവർത്തില്ല. ധവളപത്രം ഇറക്കണം. നിർമ്മലാവസ്ഥയെ പ്രാപിക്കാൻ സാധിച്ചാൽ എളുപ്പമായി. പിന്നെയോ ലോക സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.